ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എമ്പുരാൻ പൊട്ടും തോന്നും, പൊട്ടും തോന്നും, ഇത് പൊട്ടും തോന്നും. ഓ ആയിക്കോട്ടെ. പിന്നെ എന്തൊക്കെയാണ് തോന്നുന്നത്? ഇത് പൊട്ടും എന്ന് തോന്നുന്ന ആളുകൾക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് തോന്നുന്നത്? ആ തോന്നുന്ന കാര്യങ്ങളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്തിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്. എല്ലാവർക്കും കാണാലോ, എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. ഒറ്റൊന്ന് കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ കരയാതൊരു അയ്യയ്യയ്യയ്യയ്യേ കഷ്ടം. എന്തൊരു 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 കരച്ചിലാണ്. ടീസർ വന്നു, ട്രെയിലർ വന്നു, ആയിക്കോട്ടെ. ഇനി സിനിമ ഇറങ്ങാൻ കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട്. ഇപ്പോഴേ ഇങ്ങനെ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമ ഇറങ്ങണവരെ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തട്ടിപ്പോന്നേ, ബോധം കിട്ട് വീഴും, ക്ഷീണിച്ചു പോവും. ഇങ്ങനെ കരയല്ലേ. സ്റ്റോപ്പ് ക്രൈങ്, റിലാക്സ്, വെയിറ്റ് കരോ, വെയിറ്റ്. ഇതെന്തോ അല്ല ജ്യോത്സ്യന്മാരാ? ജ്യോത്സ്യന്മാർക്ക് പോലും കവടി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പിന്നെയാണ് ഇവിടെ കുറേ വേട്ടാവളിയന്മാർ ടീസർ വന്നപ്പോഴേക്കും ട്രെയിലർ വന്നപ്പോഴേക്കും 15 ഇത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പൊളിഞ്ഞു കയറും. സീരിയസ്ലി മാൻ. എടോ, സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മോഹൻലാൽ ഫാനൊന്നുമല്ല, പക്ഷെ മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ദിസ് ഗായ് മാൻ. ഒരു കഴിവുള്ള കലാകാരനല്ലേ. ഞാൻ മമ്മൂട്ടി ഫാനാണ്. പക്ഷെ ഫാനിസം വാങ്ങാത്തതിലേക്ക് മാറ്റിവെക്കി. ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗംഭീര ഫസ്റ്റ് പാർട്ടിൻ്റെ എന്താണ് പറയുക, വലിയൊരു രണ്ടാം ഭാഗത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ട്രെയിലറും ടീസറും പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഈ നെഗറ്റീവ് മാത്രം പറയാൻ വേണ്ടി നടക്കുന്നമാതിരി പൊട്ട ഒരു ലോജിക്കും, കുറേ പോസ്റ്റുകളുണ്ട്, ഒരു ലോജിക്കും ഇല്ലാത്ത നെഗറ്റീവായിട്ടുള്ള പോസ്റ്റുകൾ എഫിബിക്കാത്ത ആൾക്കാർ കൊണ്ടുവന്ന് ഇടുന്നു. റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാരുടെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരു ലോജിക്കും ഇല്ലാത്ത നെഗറ്റീവ് സാധനങ്ങൾ ഇടുന്നു. ട്രെയിലറിൻ്റെ താഴെ പോയിട്ട് ലോജിക്കില്ലാത്ത നെഗറ്റീവ് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഹാർഡ്ലി ട്രൈങ് ടു സേ സംതിങ് നെഗറ്റീവ് എന്തൊരു ഫ്രസ്ട്രേഷനാണ്. അതാണ് എനിക്കിത് കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചിട്ടാണ്. ആസ് എ സിനിമാ പ്രേമി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആളുകളുടെ ഭാഗത്തുനിന്ന് കാണുമ്പോൾ പൊളിഞ്ഞു കയറുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള ജസ്റ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് കാഷ്വലി എടുക്കുന്ന ഒരു വീഡിയോ. അത് ഇപ്പം ട്രെയിലർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു ഗംഭീര വമ്പൻ സംഗതിയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ട്രെയിലറിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും അവർ കാണിച്ചു തരുന്നില്ല, നമുക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. സിനിമ കണ്ടാൽ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഇതെന്താണ് പരിപാടി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ കോരിത്തെരിപ്പിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും എന്താ പറയുക ട്രെയിലറിൻ്റെ അകത്ത് കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള നല്ല ഡെപ്തുള്ള സ്റ്റോറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡെപ്തുള്ള പ്ലോട്ട് അതിൻ്റെ അകത്തുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള പ്ലോട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ആ ട്രെയിലർ കണ്ടിട്ട് ജെനുവിൻലി ആവറേജ് ആയിട്ട് തോന്നിയ ആൾക്കാരുണ്ടാവും, തീരെ ഇഷ്ടപ്പെടാതെ പോയ ആൾക്കാരുണ്ടാവും. അത് ഓക്കെ. ജെനുവിൻലി ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഞാൻ തെറ്റോ കുറ്റോ ഒന്നും പറയുന്നില്ല. പക്ഷേ ചില ആളുകളുണ്ട്, ഇവര് ഞാൻ ആസ്വദിക്കാനൊന്നും പോകുന്നില്ല, പിന്നെ എന്താ ആസ്വദിക്കണം. ഇത് ഓൾറെഡി പ്രിപ്പയർഡാണ്, മനസ്സ് പ്രിപ്പയർഡായിട്ട് വെച്ചിട്ടാണ് എന്താ പറയുക ഓരോ ട്രെയിലറുകളായിക്കോട്ടെ, ടീസറുകളായിക്കോട്ടെ, സിനിമയൊക്കെ ആയിക്കോട്ടെ, അതിനെ ഓൾറെഡി പ്രിപ്പയർഡായിട്ട് ആസ്വദിക്കില്ല എന്ന് പ്രിപ്പയർഡായിട്ടാണ് പോയി കാണുകയും ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് വന്നിരുന്നിട്ട് ആ പൊട്ടും തോന്നുന്നു അയ്യേ എന്നങ്ങട് ചിലച്ചങ്ങട് വിടും. ഇപ്പം നേരെ മറിച്ച് നമ്മൾ ആസ്വദിക്കാനുള്ളൊരു ആഗ്രഹത്തിൽ ആസ്വദിക്കാൻ തയ്യാറായിട്ടൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റതെന്ന് പറയുന്നത് വെറും പട്ടിത്തിട്ട പരിപാടിയാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ പരിപാടിയാണെന്നുള്ളത് എനിക്ക് പച്ചയ്ക്ക് പറയാനുള്ളൂ. ഇത് എന്താ പറയുക, എല്ലാവരുടെ കൂട്ടത്തിലും ഇതുണ്ട് കേട്ടോ. മമ്മൂട്ടിയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്നും വരും, മോഹൻലാലിൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്നും വരും. അത് കണക്ക് തന്നെയാണ്. പക്ഷേ ഞാനൊക്കെ ആക്ച്വലി വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഒരാളാണ്. അത് ഒരിക്കലും എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ആക്ച്വലി ഉണ്ട്, ഗംഭീര സിനിമയായിരിക്കും എന്നുള്ള വിശ്വാസമൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷേ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളത്തിലും വലിയ സ്കെയിലിൽ വലിയ രീതിയിൽ മോഹൻലാലിനെ പോലത്തെ ഒരു നടനെ വലിയൊരു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ലെവലിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു സിനിമ വരാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ ഇൻഡസ്ട്രിയിലും വരാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്കും വേണ്ടേ അത്തരത്തിലുള്ള വലിയ ബഡ്ജറ്റിലൊക്കെ വരുന്ന ഒരു ഗംഭീര സാധനം നമുക്കും വേണ്ടേ?
അപ്പോൾ അത് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആവേശത്തിലും സന്തോഷത്തിലൊക്കെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളിവിടെ ബ്രഹ്മാണ്ഡ സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കന്നഡത്തിലെയും തമിഴിലെയും മറ്റ് ഭാഷകളിലേക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആയില്ലേ അത്, നമുക്ക് അതും കാണാം, നമുക്കും വേണം. അപ്പം നമ്മൾ ആ ഹാപ്പിനെസ്സിൽ, ഒരു സിനിമ ആസ്വാദനം എന്നുള്ള രീതിയിൽ ഈ ഒരു ഹാപ്പിനെസ്സും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ആക്ച്വലി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ്സും വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ആൾക്കാർ ആ രീതിയിൽ ഒന്നും സിനിമയെ കൺസിഡർ ചെയ്യുന്നില്ല. വെറും ഒരു ഫാനിസവും നെഗറ്റിവിറ്റിയും മാത്രം വെച്ചിട്ട് ഒരു സിനിമ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ഇത് പൊട്ടും തോന്നുന്നു എന്നങ്ങനെ അടിച്ചു വിടുകയാണ്. എനിക്ക് ആ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ആക്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുന്നത്. വരട്ടെ, സിനിമ വരട്ടെ. ആസ്വദിക്കാൻ പറ്റാത്തവനൊക്കെ ഏത് പട്ടിത്തീട്ടങ്ങളാണ്. നിങ്ങളൊക്കെ അൺലക്കിയാണെന്നേ പറയാനുള്ളൂ. അതായത് ഇങ്ങനെ ജഡ്ജ്മെന്റലായിട്ട് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിവില്ല, നിങ്ങൾ അൺലക്കി പീപ്പിളാണ്, നിങ്ങൾക്ക് യോഗമില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാൻ. അത് ടോക്സിസിറ്റിയുടെ അങ്ങേ അറ്റമാണ് ഈ ചില ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതെ വയ്യ, അതുകൊണ്ട് പറയുന്നതാണ്. തിരുത്താൻ താല്പര്യമാണെങ്കിൽ തിരുത്തുക, ഇല്ലെങ്കിൽ ഇങ്ങനെ പൊയ്ക്കോളുക. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഇവിടെ KGF പോലെയുള്ള സിനിമകളെയൊക്കെ ആളുകൾ തലയെ കൊണ്ട് നടക്കുന്നുണ്ട്, വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അത് ഞാൻ തെറ്റും കുറ്റവും പറയുന്നില്ല. ഞാനും KGF സിനിമേനെ തലയെ കൊണ്ട് നടന്നുള്ള ഒരാൾ തന്നെയാണ്. അത് അടിപൊളി സിനിമയാണ്. അത് വിഷ്വലി ആയിക്കോട്ടെ ഗംഭീരമായിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമകൾ തന്നെയാണ് KGF 1 ഉം 2 ഉം. അടിപൊളിയാണ്, ഒന്നും ഞാൻ പറയുന്നില്ല, തെറ്റായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അതുപോലെയുള്ള മറ്റ് ഭാഷയാണ്, ഞാൻ എന്താണ് നാടിനെ തമ്മിൽ തരംതിരിച്ച് പറയുന്നൊന്നുമില്ല, നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഉള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും മറ്റ് ഭാഷകളിലുള്ള സിനിമകളെ നമ്മൾ ഇരു കൈയും നീട്ടി ഇങ്ങനെ സ്വീകരിച്ചിട്ട് യഷേ എന്ന് പറഞ്ഞിട്ട് അവരുടെ എല്ലാ പടങ്ങളെയും നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കൊണ്ട് നടക്കുന്ന എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ ആ കൊണ്ട് നടക്കുന്നവരിൽ KGFനെയും അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ ബ്രഹ്മാണ്ഡമായി വരുന്ന സംഗതികളെയൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളിൽ കുറച്ച് ആളുകൾ തന്നെ നമ്മുടെ മലയാളത്തിൽ ഒരു വമ്പൻ സംഗതി, നമ്മുടെ പ്രിയപ്പെട്ട നടൻ അഭിനയിക്കുന്ന ഒരു വലിയൊരു പടം വരുന്ന സമയത്ത് ആ സിനിമേനെ മറ്റ് സിനിമകളെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന പോലെ ഏറ്റെടുക്കാതെ ട്രെയിലറും ടീസറും വരുമ്പോഴേക്കും തന്നെ ഇത് ഒട്ടും തോന്നുന്നു നെഗറ്റിവിറ്റി അടിക്കുന്ന ആ ഒരു പ്രവണതയുണ്ടല്ലോ, ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതിനെയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ടവന്മാരെ നാണമില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റ് ഭാഷയിലുള്ള ചില നടന്മാരും നടിമാരൊക്കെ ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മലയാളം ഇൻഡസ്ട്രിയിലുള്ള സിനിമകൾ അല്ലെങ്കിൽ നമ്മുടെ സിനിമകൾ അവർ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. കോണ്ടൻറ്റ്, അതാ പറയുന്നത്, സ്ട്രോങ് കോണ്ടൻറ്റ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ആക്ച്വലി വരുന്നത്. മനസ്സിലായി? ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തോരം ജോൺറസിലുള്ള എന്തോരം ഗംഭീര സിനിമകളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയാണ്, ഒരുപാട് പൊട്ടലുകൾ ഹാപ്പൻ ചെയ്യുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഗംഭീര കോണ്ടന്റുള്ള സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലാണ് ആക്ച്വലി വരുന്നത്. അപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു വലിയ ക്യാൻവാസിൽ മറ്റുള്ള, അപ്പോൾ നമ്മൾ കന്നഡയിലും തെലുങ്കിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള പോലെയുള്ള കൈൻഡ് ഓഫ് ക്യാൻവാസിൽ മലയാളത്തിലൊരു സിനിമ മോഹൻലാലിനെ പോലൊരു നടനെയൊക്കെ വെച്ചിട്ട് ആദ്യത്തെ ഗംഭീര ചിത്രത്തിന് ശേഷം രണ്ടാം ഭാഗം വലിയൊരു സ്കെയിൽ വരുന്ന സമയത്ത് അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കണ്ടേ? അങ്ങനെയൊക്കെയല്ലേ പോസിറ്റിവിറ്റി കാണിക്കേണ്ടത്? അങ്ങനെ വേണ്ട മെൻറ്റാലിറ്റി. അതിന് പകരം വെറും തൊലിഞ്ഞ മെൻറ്റാലിറ്റിയും വെച്ചിട്ട് നെഗറ്റീവ് അടിച്ച് നടക്കുക. അതാണ് അവർ ഉടുപ്പില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ കുറേ പോസ്റ്റുകൾ കണ്ട് പൃഥ്വിരാജ് സ്കോർ ചെയ്യാൻ ഉള്ള പ്ലാനാണ് മോഹൻലാലിനെ നിർത്തിക്കൊണ്ട് അങ്ങനെ ഇങ്ങനെ ആ ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റി ഒരു സൈഡിൽ കൂടെ നടക്കണം. എടോ, വാട്ട് എവർ, ആ പ്ലോട്ട് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആ കഥാപാത്രങ്ങൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് പരിപാടികൾ നടക്കട്ടെ, സിനിമ റണ്ണാവട്ടെ. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അല്ലാണ്ട് മറ്റു ഭാഷകളിൽ ഒരു മെയിൻ സ്റ്റാറിനെ കാസ്റ്റ് ചെയ്തിട്ട് അയാളുടെ തല അയാളുടെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഓക്കെ, അത് നല്ലതൊക്കെ തന്നെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രമല്ല സിനിമ. ഇതിനെയും അംഗീകരിക്കാൻ വേണ്ടി പറ്റണം. അതിൽ മോഹൻലാൽ വലിയൊരു സ്റ്റാർ, പൃഥ്വിരാജും ആക്ച്വലി ഉണ്ട്. പക്ഷെ മോഹൻലാലിനെ കുറച്ചൊന്നും എവിടെയും കാണിച്ചിട്ടില്ല, ലൂസിഫറിലും കാണിച്ചിട്ടില്ല. പവറായിട്ട് തന്നെയാണ് ആക്ച്വലി കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും പവറായിട്ട് തന്നെയായിരിക്കും കാണിക്കാൻ പോകുന്നത്. പിന്നെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കാം, മറ്റൊരാൾക്ക് കൂടുതലായിരിക്കാം. പക്ഷെ അതിൻ്റെതായ റീസൺ ഉണ്ടാവും. അല്ലാണ്ട് ഇതിനകത്ത് പൃഥ്വിരാജിന് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അവർ ഇൻറ്റൻഷനിൽ എടുക്കുന്നതല്ല. ദേ ആർ സീരിയസ് അബൌട്ട് ദ പ്ലോട്ട് ആൻഡ് ദേ ആർ സീരിയസ് അബൌട്ട് ദ മൂവി. അവർക്ക് ഉദ്ദേശമുണ്ട്.
അവർ ഫസ്റ്റ് പാർട്ട് ഹിറ്റായപ്പോൾ തന്നെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തു. രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മൂന്നാം ഭാഗം അവർ അനൗൺസ് ചെയ്യുകയാണ് രണ്ടാമത്തെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ. ദേ ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദെയർ സ്ക്രിപ്റ്റ്. മനസ്സിലായോ? അപ്പോൾ അവരത്രയും കോൺഫിഡൻസ് കാണിച്ച് അവരൊരു ബിഗ് സ്റ്റാറിനെ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ വെറുതെ അതിൻ്റെ അകത്തുനിന്ന് 1008 കുറ്റവും കണ്ടുപിടിച്ച് കൂണം. അതും പടം ഇറങ്ങിയിട്ടാണെങ്കിൽ പോട്ടെ, അഭിപ്രായം പറയാം. ഇറങ്ങണതിന് മുമ്പ് തന്നെ പൃഥ്വിരാജ് മോഹൻലാലിനെ വെച്ച് അവിടെ അടിച്ചു കയറുന്നു തോന്നുന്നു, മോഹൻലാലിനെ പറ്റിച്ചത് ഇത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ അങ്ങ് ഇട്ട് കണകോണ ചിരി ഇമോജികൾ ഇട്ട് തുടങ്ങി FBക്കകത്ത്. പടം വരട്ടെ, വന്നാലല്ലേ അറിയാൻ വേണ്ടി പറ്റും. ഒരു ട്രെയിലർ കണ്ടിട്ടാണോ കിടന്ന് ജഡ്ജ് ചെയ്യുന്നത്? വരട്ടടോ, പടം ഗംഭീരമായാൽ മതി. കഥാപാത്രങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്ക്രീൻ ടൈം മതി. അത് അങ്ങനെ തന്നെ വേണ്ടേ, അല്ലാണ്ട് ഫുൾ ഫിഗർ കാണിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതെന്തിനാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്? അതാണ് പറയുന്നത്, ഡെവലപ്പ് ആവണ്ടേ, ആസ്വാദനമൊക്കെ കുറച്ചും കൂടി ഒന്ന് മാറണ്ടേ. പിന്നെ മറ്റു കുറേ വേട്ടാവളിയന്മാരുടെ, അത് പൊട്ടന്മാരാണ്, അത് നമ്മളെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അവര് വലിയ കാര്യമായിട്ടിരുന്ന് പറയുക, ലിയോന്റെ FD കളക്ഷനൊന്നും ഇത് എത്ര മുക്കിയാലും തൂക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന്. ഒന്ന് പോയി തൂറി എറിയടോ അവൻ്റെ ലിയോന്റെ FD കളക്ഷൻ. അതും നക്കിക്കൊണ്ടിരിക്കുക കിടന്നിട്ട്. കളക്ട് ചെയ്താലും കളക്ട് ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞ് ചലച്ചിച്ചുകൊണ്ടിരിക്കണവന്മാർക്ക് എന്ത് പട്ടിത്തീട്ടം കിട്ടും? ഒരു കുണ്ടിയും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട അവനവന് ലാഭം, സമയവും ലാഭം. ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല, സമയവും പോയി എന്ന് തന്നെ. കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ചവർക്കും പ്രൊഡ്യൂസേഴ്സിനും ലാഭം എന്നല്ലാണ്ട് ഈ ഇവിടെ FD കളക്ഷൻ്റെ പേരിൽ കുണച്ചുകൊണ്ടിരിക്കണവന്മാർക്ക് എന്ത് പട്ടിത്തീട്ടം കിട്ടും? ഒരു കുണ്ടിത്തിട്ടം പോലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് ഈ പട്ടിത്തീട്ടങ്ങൾ മനസ്സിലാക്കണ്ടേ. പറഞ്ഞു പോവുകയാണെന്നേ. കണ്ടവൻ്റെ പറമ്പിലെ തീട്ടത്തിനോടാണ് താല്പര്യം. അവനവൻ്റെ പറമ്പിലെ എന്താ പറയുക, പൂവിനോടും ചെമ്പരത്തിയോടും ഒന്നും യാതൊരു താല്പര്യമില്ല. അയ്യോ, ഞാൻ അതിൻ്റെ അർത്ഥം മറ്റേ തീട്ടായിട്ട് കണ്ടു എന്നല്ല കേട്ടോ. ഞാനത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ലിയോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, മനസ്സിലായി. അടിപൊളി സിനിമയായിട്ട് തന്നെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അതിൻ്റെ റിവ്യൂവിലും അടിപൊളിയായിട്ട് തന്നെയാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് എന്ത് സിനിമ വരുമ്പോഴും നമ്മൾ മറ്റ് സിനിമയായിട്ട് കമ്പയർ ചെയ്ത് എന്താ പറയുക, ആ സിനിമയുടെ അത്ര വരും, ഈ സിനിമയുടെ അത്ര വരും, ആ സിനിമയുടെ മറ്റത് മറിച്ചത്, അതിൻ്റെ FD കളക്ഷൻ, ഇത് തൂക്കോ തൂക്കില്ലേ, എന്ത് തൂക്കിയാലും തൂക്കിയില്ലെങ്കിൽ അത് വിടേ. അതൊക്കെ എന്തിനാവിടെ ചിന്തിക്കേണ്ട കാര്യമുള്ളത്? നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ വരുന്നു, അത് എന്താണ് പറയുക, ബഡ്ജറ്റിൻ്റെ അപ്പുറത്തേക്ക് കളക്ട് ചെയ്യോ കളക്ട് ചെയ്യാതിരിക്കുക, അതൊക്കെ വേറെ മാറ്ററാണ്. നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുക, നല്ലൊരു ഗംഭീര സിനിമയായി മാറട്ടെ, അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക, അങ്ങനെ വിശ്വസിക്കുക. ദാറ്റ്സ് ഇറ്റ്. കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കുഴപ്പങ്ങളെ ആക്ച്വലി ഉള്ളൂ, മനസ്സിലായ? പക്ഷെ അതൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. അപ്പോഴേക്കും തന്നെ പൊട്ടും തോന്നുന്നു, ഇത് പൊട്ടും. എന്തടിസ്ഥാനത്തിലാണ് പൊട്ടും തോന്നുന്നത് എനിക്കറിയുന്നില്ല. എന്തടിസ്ഥാനത്തിലാടാ കരയുടെ ഊളകളെ നിങ്ങൾക്ക് പൊട്ടുന്നു തോന്നണേ? ഒന്ന് പറ. ട്രെയിലർ കണ്ടിട്ടോ വേട്ടാവളിയന്മാരെ? ഈ ട്രെയിലർ കണ്ടിട്ടാണ് എനിക്കൊക്കെ പൊട്ടുന്നു തോന്നണേ? ഏജാതി മേക്കിംഗ് ആണ് അതിൻ്റെ അത്. ഒരു എടുത്ത് വെച്ചിരിക്കണം നോക്കണോ? പൈസ വാരി എറിഞ്ഞിട്ടുണ്ട് അവര്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പൊത്തിന്ന് തോന്നുന്നത് ട്രെയിലർ കണ്ടതിൻ്റെ ബേസിലൊന്നും അല്ല പലരും പൊത്തിന്ന് തോന്നിയിട്ട് കമൻറ്റ് ചെയ്യണത്. അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ വരുമ്പോൾ പൊത്തും തോന്നുന്നു കമൻറ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് ഒരു പരിഗണനയും ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പച്ചയ്ക്ക് പറയുന്നത്. ലൂസിഫർ കണ്ടിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഏത് സിനിമയും ഞാൻ ആസ്വദിക്കില്ല എന്ന നടൻ്റെ പടമായതുകൊണ്ട്, അത് മമ്മൂട്ടിയുടെ കേസിലാണെങ്കിലും മോഹൻലാലിൻ്റെ കേസിലാണെങ്കിലും പ്രിപ്പയർഡ് ആയിട്ട് ആസ്വദിക്കില്ല എന്ന് തീരുമാനിച്ചാൽ അവൻ ആസ്വദിക്കില്ല. മട്ടയന്മാർ ആസ്വദിക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ എന്താ പറയുക, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇത്. ഒരുപാട് ലേയേഴ്സുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരുപാട് ലേയേഴ്സുള്ള, നല്ല ഡെപ്ത് ഉള്ള, ഒരുപാട് ഗംഭീര കഥാപാത്രങ്ങളുള്ള ഒരു ഗംഭീര സിനിമയുടെ, ഐ റിപ്പീറ്റ്, ഒരു ഗംഭീര സിനിമയുടെ, അതായത് ലൂസിഫർ, അതിൻ്റെ അടുത്ത ഭാഗമായ, അതിനേക്കാട്ടിലും എല്ലാ രീതിയിലും വലിയ രീതിയിൽ വരാൻ വേണ്ടി പോകുന്ന എമ്പുരാൻ എങ്ങനെ പൊട്ടും എന്നാണ് പടം ഇറങ്ങുന്നതിന് മുമ്പ് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മുരളി ഗോപി എന്ന് പറയുന്നത് വെറുതെ ഒരു കിഴങ്ങനല്ല, തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഒരാളാണ്. കമ്മാര സംഭവം പൊട്ടി ഇറങ്ങിയ സമയത്ത്, പക്ഷെ ഇപ്പം നല്ല കഴുത്ത് ഫോളോയിങ് അതിന്. അത് തലയാ എഴുത്തെന്ന് പറഞ്ഞാൽ കിടിലൻ എഴുത്ത്, അയാളുടെ കിടിലൻ എഴുത്ത്.
ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞാലും മതിയാവില്ല എന്ന് ഇപ്പോഴും പല സീനും എടുത്ത് ഞാൻ കാണാറുണ്ട്. കാരണം അത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ള സാധനമാണത്. പൃഥ്വിരാജിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, ഓരോ സീനുകളായിക്കോട്ടെ, ഓരോ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ഡെപ്ത്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കൊടുത്തിരിക്കുന്ന ഡെപ്ത്, ഡയലോഗ്സ്, റൈറ്റിങ്സ്, എവറിത്തിങ് വേറെ റേഞ്ചിലാണ് നിൽക്കണത്. മതിയില്ലേ? ആ റൈറ്ററിൽ നിന്നും ആ ഡയറക്ടറിൽ നിന്നും ഒക്കെ അവര് തന്ന സാധനമാണ് ലൂസിഫർ. അതിന് ശേഷമാണ് ഇപ്പം എമ്പുരാൻ വരാൻ വേണ്ടി പോണത്. ഒബ്വിയസ്ലി എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഗംഭീരമാവുമെന്ന് വിശ്വസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ആ റൈറ്ററോടും ഡയറക്ടറോടും ഉള്ള വിശ്വാസമാണ്. മോഹൻലാൽ എന്നുള്ളതൊക്കെ വിട്. മോഹൻലാൽ ഉള്ളത് ഒരു സന്തോഷം, ഗംഭീരം എന്ന് പറയാം. പക്ഷേ മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പൃഥ്വിരാജും മുരളി ഗോപിയും തന്നെയാണ്. അപ്പം അവരുടെ ഭാഗമായി ലാലേട്ടൻ ആസ് ആൻ ആക്ടർ വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഒരു പവർ ഉണ്ടല്ലോ, അതും കൂടി ചേരുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ഫീലാണ്. ഇത് സിനിമ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഈ പറയണത് നന്നായിട്ട് കണക്ട് ചെയ്യാനും ആ ഫീലും ഒക്കെ ഞാൻ പറയുന്നത് കിട്ടും. അല്ലാത്ത ആൾക്കാരുടെ കാര്യം എനിക്ക് ആക്ച്വലി അറിയത്തില്ല. സോ വരട്ടെ, എമ്പുരാൻ വരട്ടെ, കാത്തിരിക്കുന്നു കാണാൻ. മോനെ എൻജാതി എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലേ തിയേറ്ററിൽ. ലൂസിഫർ ഞാൻ മിസ്സായി തിയേറ്ററിൽ നിന്ന്. ഞാൻ ദുബായിൽ നിന്നാണ് കണ്ടേ, വലിയ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഇത്തവണ എമ്പുരാൻ ഫുൾ തിരക്കിൽ അർമാദിച്ചിട്ട് ഇരുന്നിട്ട് കാണണം. ആ ഒരു ത്രില്ലാണ് ആക്ച്വലി ഇരിക്കുന്നത്. ബാക്കിയുള്ള ഊച്ചാടികളോടൊക്കെ പോയി അപ്പിയിട്ട് ചന്തി കഴുകാൻ വേണ്ടി പറ, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്.